സാരംഗീരി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മട്ടൻ കറിയും തേങ്ങാച്ചോറും ഉണ്ടാക്കിയാലോ? അപ്പം എങ്ങനെയാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ അരി നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10-20ഓളം കുഞ്ഞുള്ളി നമുക്ക് അതിലിട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി കൂടുമ്പോഴാണ് അതിന് രുചി കൂടുന്നത്. പിന്നെ അതിലേക്ക് 2 മുറി തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ട്. തേങ്ങ ചിരവിട്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിൽ ഉപ്പ് ചേർക്കണം കേട്ടോ. അത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കലത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചോറ് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ കണക്കിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് ചോറ് വെക്കാം. ഒരു 2 ടീസ്പൂണോളം കുരുമുളകും അതേപോലെ തന്നെ 2 ടീസ്പൂണോളം പച്ചമല്ലി. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ. അതുകൂടി നമുക്ക് തയ്യാറാക്കണം. മിക്സിയിലിട്ട് അടിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമല്ലി, ആ പച്ചമല്ലിയുടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി മട്ടനിലേക്ക് നമുക്ക് ഒരു 1/2 വലിയ ഉള്ളി മതി കേട്ടോ. ബാക്കിയൊക്കെ കുഞ്ഞുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത്. അത് നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ മട്ടൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്, കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10ഓളം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 7 വിസിലോളം അടിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു 10ഓളം കുഞ്ഞുള്ളി, ഒരു 1/2 കഷ്ണം ഉള്ളി. ഇത്രയാണ് നമുക്ക് മട്ടനിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ട് ഉള്ളത്. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് 1/2 മുറി സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുഞ്ഞുള്ളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം. അങ്ങനെ അത്യാവശ്യം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയില്ലേ, അതുകൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. മട്ടനിലേക്ക് 1/2 മുറി തേങ്ങ കൂടി നമുക്കൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കേണ്ടത്.
അങ്ങനെ നമ്മുടെ മട്ടൻ ഒന്നുകൂടി കുറുകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നുകൂടെ കുറുകി വരട്ടെ. അങ്ങനെ നമ്മുടെ മട്ടനിലെ വെള്ളമൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ആ വറുത്തരച്ച തേങ്ങ ഇല്ലേ, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കുഞ്ഞുള്ളി കൂടി നമുക്ക് വറുത്ത് മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ വറുത്തത് കൂടെ മട്ടൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ റെസിപ്പി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക് യു.